2003 ഡിസംബർ 26-ാം തീയതിയാണ് ഈ ദേവാലയത്തിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച് ബലിയർപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെയാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് വിളിച്ചതെന്ന്. കുരിശുമുത്തപ്പന്റെ മാപ്രാണത്തെ ദേവാലയത്തിൽ നിന്നാണ് എനിക്ക് ദൈവവിളി ലഭിക്കുന്നത്. ജീവിതത്തിൽ വളരെ ചെറിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ആദ്യകാലങ്ങളിൽ പഠിച്ചിരുന്നത്. നമുക്കറിയാം, ഇലക്ട്രോണിക്സ് പഠിച്ചു, അതിനുശേഷം ഈ മാപ്രാണത്വം അല്ലെങ്കിൽ ഈ ഇരിഞ്ഞാലക്കുടയിലൊക്കെ ആയിട്ട് ഒരു ഇലക്ട്രോണിക്സ് കടയൊക്കെ ഇട്ട് ജീവിക്കണമെന്ന് ചിന്തിച്ചിരുന്ന, ചെറിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു. ദൈവം എന്നെ ഒത്തിരിയേറെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കർത്താവിന്റെ സുവിശേഷവുമായിട്ട് പറഞ്ഞയച്ചു. വൈദിക വസ്ത്രം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ദേവാലയത്തിൽ ഇവിടെ വീട്ടിൽ തിരുനാളിനുള്ള അവസരത്തിൽ തിരുശേഷിപ്പുമായിട്ട് പ്രദക്ഷിണം പോകുമ്പോൾ, അത് പിടിച്ച് ഈ റോട്ടിലൂടെ അങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയെ, കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശെ നമിച്ചിടുന്നു. 2003 ഡിസംബർ 26-ാം തീയതിയാണ് ഈ അൾത്താരയിൽ വെച്ച് ഒരു വൈദികനായി തിരുപ്പട്ടം സ്വീകരിക്കുന്നതും ആദ്യ ബലി അർപ്പിക്കുന്നതും. ഒരുപക്ഷെ ഈ ദേവാലയത്തിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച് ബലിയർപ്പിക്കുമ്പോൾ എനിക്ക് മാപ്രാണത്തെ ഈ ദേവാലയത്തോട് വലിയൊരു കടപ്പാടുണ്ട്. അതിൻ്റെ കാരണം, എൻ്റെ പഠനകാലത്ത് 10ാം ക്ലാസ് പാസ്സാകുമ്പോഴോ അതിനുശേഷം ഞാൻ ഏതാനും നാളുകൾ KGC എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ്, അതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തിരുന്നു. ഇവിടുത്തെ ഈ തിരുനാളിൻ്റെ ജോയിന്റ് കൺവീനറായിട്ടുള്ള സെബാസ്റ്റ്യൻ തെക്കിനിയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ആ കോഴ്സൊക്കെ പഠിച്ചെങ്കിലും അപ്പോഴൊന്നും എനിക്ക് ഒരു വൈദികനാകാനുള്ള ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ ആ ദേവാലയത്തിൽ ഈ അൾത്താരയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പുള്ള ഈ അൾത്താരയിൽ നിന്നും ഒരു വൈദികനാകാനുള്ള പ്രേരണ എനിക്ക് ലഭിച്ചത്. 2 വർഷം മുമ്പ് ഷാലോം TV-യിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ പ്രമാണിച്ച് 5 ദിവസത്തെ ഒരു ധ്യാനം നടത്തി തരാമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത്, പെട്ടെന്നാണ് എന്നെ വിളിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെയാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷാലോം TV-യിൽ നിന്ന് എന്നെ വിളിച്ച അതിൻ്റെ കോർഡിനേറ്ററോട് പറഞ്ഞു, തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം കുരിശുമുത്തപ്പന്റെ മാപ്രാണത്തെ ദേവാലയത്തിൽ നിന്നാണ് എനിക്ക് ദൈവവിളി ലഭിക്കുന്നത്. ഒരുപക്ഷെ ആ നാളുകളിൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, ഇവിടെ പൗരോഹിത്യ ദൈവവിളി ദേവാലയത്തിൽ കുറവായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും പ്രാർത്ഥനാ ഗ്രൂപ്പുകാരും ഒക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഈ ഇടവകയിൽ നിന്നും വൈദികരുണ്ടാകുന്നതിന് വേണ്ടി. തീർച്ചയായിട്ടും അങ്ങനെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഈ ദേവാലയത്തിൽ വെച്ച് ഒരു വൈദികനാകാനുള്ള ആഗ്രഹം ഈശോ എനിക്ക് തന്നതെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ഞാൻ ജീവിതത്തിൽ വളരെ ചെറിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ആദ്യകാലങ്ങളിൽ പഠിച്ചിരുന്നത്. നമുക്കറിയാം, ഇലക്ട്രോണിക്സ് പഠിച്ചു, അതിനുശേഷം ഈ മാപ്രാണത്വം അല്ലെങ്കിൽ ഈ ഇരിഞ്ഞാലക്കുടയിലൊക്കെ ആയിട്ട് ഒരു ഇലക്ട്രോണിക്സ് കടയൊക്കെ ഇട്ട് ജീവിക്കണമെന്ന് ചിന്തിച്ചിരുന്ന, ചെറിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ അൾത്താരയിൽ, കുരിശുമുത്തപ്പന്റെ അൾത്താരയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ കൂടുതൽ വലിയ സ്വപ്നങ്ങളായി മാറി. ദൈവം എന്നെ ഒത്തിരിയേറെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കർത്താവിന്റെ സുവിശേഷവുമായിട്ട് പറഞ്ഞയച്ചു. ഒത്തിരിയേറെ വലിയ കാര്യങ്ങൾ കർത്താവിന്റെ കൃപയാൽ ചെയ്യാൻ സാധിച്ചതെല്ലാം ഈ ദേവാലയത്തിൽ നിന്ന് ലഭിച്ച കുരിശുമുത്തപ്പന്റെ കൃപയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എവിടെ പോയാലും അവസരമുള്ളപ്പോൾ ഈ കുരിശുമുത്തപ്പന്റെ ഈ ദേവാലയത്തിന്റെ പ്രത്യേകത പറയാറുണ്ട്.
അവിടെ നിന്നൊക്കെ പലരും ഇവിടെ ഈ ദേവാലയം സന്ദർശിക്കാനും വരാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലരും ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്തവര് ഇവിടേക്കുള്ള വഴി ചോദിച്ചിട്ടുണ്ട് ഇവിടെ വരാൻ വേണ്ടി. കാരണം എനിക്ക് ഈ ദേവാലയവും ഈ അൾത്താരയും ഈ കുരിശുമുത്തപ്പൻ്റെ തിരുശേഷിപ്പും ഒക്കെ ഒത്തിരി അനുഗ്രഹദായകമായിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെയുള്ള എല്ലാ നല്ല സ്നേഹിതരെയും മനുഷ്യരൊക്കെ ഞാൻ ഓർക്കുന്നു. ഞാൻ ഇന്ന് ഈ ദേവാലയത്തിൽ അൾത്താരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്നോടൊപ്പം അന്ന് വേദപാഠം പഠിച്ചിരുന്ന ആക്സിഡന്റുകളിൽ, അപകടങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ജിൽസൺ കൂടലിയും കള്ളാപ്പറമ്പിൽ ജോയ്സനും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ദേവാലയത്തിൽ ഇരുന്നിരുന്നത്. അവരുടെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു. അപ്പോൾ ഒത്തിരിയേറെ നല്ല ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച ഈ ദേവാലയത്തില് കുരിശുമുത്തപ്പൻ്റെ തിരുനാൾ ദിവസം വചനം പങ്കുവയ്ക്കുക വലിയ അനുഗ്രഹപ്രദമാണ്. പലപ്പോഴും വൈദിക വസ്ത്രം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ദേവാലയത്തിൽ ഇവിടെ വീട്ടിൽ തിരുനാളിനുള്ള അവസരത്തിൽ തിരുശേഷിപ്പുമായിട്ട് പ്രദക്ഷിണം പോകുമ്പോൾ, അത് പിടിച്ച് ഈ റോട്ടിലൂടെ അങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയെ നിന്റെ ഈ കുരിശിൻ്റെ മഹത്വവും ശക്തിയും അനേക ഇടങ്ങളിൽ എത്തിക്കുവാൻ, അത് പങ്കുവയ്ക്കുവാൻ എനിക്ക് ശക്തി തരണമെന്ന്. ഞാൻ ഈ ദേവാലയത്തിൻ്റെ അൾത്താരയിലിരുന്ന് ഈശോയോട് പ്രാർത്ഥിച്ച ഒരു കാര്യവും എനിക്ക് ലഭിക്കാതെ പോയിട്ടില്ല. ആത്മീയ മേഖലയിൽ അത്രയും അനുഗ്രഹമുള്ള ഒരു ദേവാലയമാണ് നമ്മുടെ ഈ മാപ്രാണത്തെ വിശുദ്ധ കുരിശുമുത്തപ്പൻ്റെ ഈ തിരുനാളും ഈ അൾത്താരയും. കുരിശടയാളത്തിൽ വിശ്വാസത്തോടെ ആര് പ്രാർത്ഥിച്ചാലും അത് ലഭിക്കും. 2 വർഷം മുമ്പ് ഞങ്ങളുടെ വിൻസെൻഷ്യൻ വൈദികർ ആഫ്രിക്കയിൽ ഒത്തിരിയേറെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കെനിയയിൽ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാനത്തിനായിട്ട് എന്നെ അവിടെയുള്ള അച്ഛന്മാർ വിളിച്ചു. അപ്പോൾ അവിടെ ആഫ്രിക്കയിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ്. അപ്പോൾ കെനിയയ്ക്കടുത്ത് ഉഗാണ്ടയിൽ നിന്നുണ്ട്, ടാൻസാനിയയിൽ നിന്നുണ്ട്, അതുപോലെയുള്ള മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ 400-ൽ താഴെ വൈദികരും സിസ്റ്റേഴ്സും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ ആഫ്രിക്കൻ മിഷൻ പ്രദേശങ്ങളിൽ വചനം പങ്കുവയ്ക്കുക, അവരൊക്കെ ഒന്ന് കാണുക എൻ്റെയും ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എയർപോർട്ടിൽ പോയി ഈ യെല്ലോ ഫീവർ, മഞ്ഞപ്പനി, അത് വരാതിരിക്കാനുള്ള വാക്സിനേഷനൊക്കെ ചെയ്യണം, എന്നാലും നമ്മൾ അവിടേക്ക് ഫ്ലൈറ്റിൽ കയറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ എയർപോർട്ടിനടുത്തുള്ള അതിൻ്റെ ഓഫീസിൽ പോയി യെല്ലോ ഫീവറിൻ്റെ വാക്സിനൊക്കെ എടുത്ത, അങ്ങനെ ആഫ്രിക്കയിലെ നൈറോബിയിൽ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ധ്യാനം നടത്താൻ പോയി. അപ്പോൾ അവിടെ ഉഗാണ്ടയിൽ നിന്നും ടാൻസാനിയയിൽ നിന്നും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പങ്കുവച്ച ഒരു കാര്യം ഇതായിരുന്നു, അവരുടെ ഈ രാജ്യങ്ങളിലൊക്കെ പോയി വചനം പങ്കുവച്ചിരുന്ന ഒരു വിൻസെൻഷ്യൻ വൈദികനുണ്ട്. അദ്ദേഹത്തെ അവർ വിളിക്കുന്നത് ബില്ലച്ചൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജേക്കബ് ബിൽ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വലിയൊരു പേരാണ്, പേര് ജോസഫ് കുറുപ്പംപറമ്പിൽ എന്നാണ്. പക്ഷെ ആഫ്രിക്കക്കാർക്ക് കുറുപ്പംപറമ്പിൽ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവസാനത്തെ ബില്ലച്ചൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ബില്ലച്ചൻ ഈ ആഫ്രിക്കൻ നാടുകളിലൊക്കെ വളരെ പ്രശസ്തനാണ്. അപ്പോൾ അവിടെ വന്ന് ഉഗാണ്ടയിൽ നിന്നൊക്കെ വന്ന സിസ്റ്റേഴ്സ് പറഞ്ഞത്, ഈ ബില്ലച്ചൻ അവിടെ ചെന്നതിന് ശേഷം ആയിരക്കണക്കിന് മനുഷ്യർ അച്ഛൻ്റെ അരികിൽ വന്ന് സങ്കടവും വേദനയൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അച്ഛൻ എല്ലാവരുടെയും വീടുകളിൽ പോവുക എളുപ്പമായിരുന്നില്ല. അപ്പോൾ അച്ഛൻ അവരോട് ചോദിക്കും, നിന്റെ വീട് എവിടെയാണ്? എവിടെയാണെന്ന് ചോദിച്ചിട്ട് ആ ദേശത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അച്ഛൻ യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രാർത്ഥന നടത്തി ഒരു കുരിശടയാളം വരച്ച് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് അനുഗ്രഹിക്കും. അച്ഛൻ ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിഞ്ഞ് കുരിശടയാളം വരച്ച് ഒരു കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ അനുഗ്രഹം ലഭിക്കാതെ പോയിട്ടില്ല എന്ന് അവിടെ നിന്നുള്ളവർ ഒന്ന് സാക്ഷ്യപ്പെടുത്തി. സ്നേഹമുള്ളവരെ, കുരിശിന്റെ ശക്തിയിലും
കുരിശടയാളത്തിന്റെ ശക്തിയിലും വിശ്വാസമുള്ള ഒരു വൈദികനായിരുന്നു ഈ ബില്ലച്ചൻ. അദ്ദേഹത്തെ അവിടുത്തെ ആഫ്രിക്കക്കാർ വളരെയധികം സ്നേഹിച്ചു. അങ്ങനെ ആഫ്രിക്കയിലെ നെയ്റോബി എന്ന് പറയുന്ന വലിയൊരു പട്ടണമാണ്. അതിൻ്റെ അടുത്ത് തീക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ലാവിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവിടേക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ബില്ലച്ചനോടുള്ള സ്നേഹം കൊണ്ട് നൽകിയ സ്ഥലങ്ങളാണ്. ചൈനക്കാർ പണിതു കൊടുത്ത 10 ലൈനുകളുള്ള ഒരു വലിയ ഹൈവേയുടെ മുമ്പിലാണ് ഈ വലിയ ധ്യാന കേന്ദ്രം ഇരിക്കുന്നത്. സ്നേഹമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 10,000-ലധികം ആളുകൾ അവിടെ വരും. അവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് കിടക്കാൻ സൗകര്യം കൊടുക്കുന്നത് നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും മറ്റുള്ള ധ്യാന കേന്ദ്രത്തിലൊക്കെ 2 ടയർ ബെഡുകൾ കണ്ടിട്ടുണ്ട്, 2 നില ട്രെയിനിലൊക്കെ പോകുമ്പോൾ. പക്ഷെ ആ ധ്യാന കേന്ദ്രത്തിൽ 3 നില ഉള്ള 3 ടയർ ബെഡുകളാണ് ഉപയോഗിക്കുന്നത്. അത്രമാത്രം ആഫ്രിക്കക്കാരാണ് അവിടെ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം യേശുക്രിസ്തുവിൻ്റെ കുരിശിലുള്ള രക്ഷയിലുള്ള വലിയ ബോധ്യത്തോടെ വിശ്വാസത്തോടുകൂടെ ഈ ബഹുമാനപ്പെട്ട ബില്ലച്ചൻ അവിടെ വചനം പങ്കുവച്ചതാണ്. സ്നേഹമുള്ളവരെ, ഈ കുരിശിന്റെ മഹത്വം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ആ കുരിശിൽ മരിച്ച യേശു ദൈവപുത്രനായിരുന്നത് കൊണ്ടും ആ യേശുവിനെ ഈ ലോകത്തിലേക്ക് നൽകിയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും അടയാളമായതുകൊണ്ടാണ് ഈ കുരിശിലൂടെ ഇത്രയും സൗഖ്യവും അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഗാനം കേട്ടിട്ടുണ്ട്, കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശെ നമിച്ചിടുന്നു. അതേ സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ വിശുദ്ധ കുരിശിന്റെ ശക്തി വളരെയധികം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഞാനും എൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഒന്നും പറയാനല്ല. എനിക്കങ്ങനെ ബടായി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയുള്ളവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദേവാലയത്തിൽ നിന്നാണ്, ഈ കുരിശുമുത്തപ്പൻ്റെ അൾത്താരയിൽ നിന്നാണ് എനിക്കൊരു പുരോഹിതനാകാൻ ആഗ്രഹമുണ്ടായതും പിന്നീട് ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ വളർന്നതും ഈ ദേവാലയത്തിൽ അനുഗ്രഹമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് സൂചിപ്പിച്ചത്. ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്ന സമയമൊക്കെ ബഹുമാനപ്പെട്ട സിബു അച്ഛൻ എന്ന മൈനസ് സെമിനാരിയിലാണ്. ഒരു ദിവസം സിബു അച്ഛൻ്റെ അപ്പച്ചന് പൗലോസേട്ടൻ എന്നെ അന്വേഷിച്ചു വന്നു വീട്ടിലേക്ക്. സിബു അച്ഛൻ സെമിനാരി ചേരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അച്ഛാ, സെമിനാരി വലിയ ബുദ്ധിമുട്ടൊക്കെ ആണോ? എൻ്റെ മകൻ പോകണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പൗലോസേട്ടനോട് പറഞ്ഞു, പൗലോസേട്ട ഒന്നും പേടിക്കേണ്ട, അതൊക്കെ വളരെ നന്നായിട്ട് നടന്നോളും. പൗലോസേട്ടൻ ഇപ്പോൾ ദൈവസന്നിധിയിലാണെന്ന് എനിക്കറിയാം. സിബു അച്ഛൻ പിന്നെ അച്ഛനായി എത്ര മനോഹരമായിട്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദേവാലയത്തിന് അനുഗ്രഹമുണ്ട്. കുരിശുമുത്തപ്പൻ്റെ വലിയൊരു അനുഗ്രഹം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും അത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അനുഗ്രഹം നമ്മളിലേക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ പറഞ്ഞു, എൻ്റെ എല്ലാ ജ്ഞാനവും എനിക്ക് ലഭിച്ചത് കുരിശാകുന്ന പുസ്തകത്തിൽ നിന്നാണ്. എൻ്റെ എല്ലാ ജ്ഞാനവും എനിക്ക് ലഭിച്ചത് കുരിശാകുന്ന പുസ്തകത്തിൽ നിന്നാണ്. കുരിശിനെ ധ്യാനിച്ചപ്പോൾ, യേശുവിൻ്റെ കുരിശുമരണം ധ്യാനിച്ചപ്പോൾ, അപ്പോഴാണ് എനിക്ക് എല്ലാ ജ്ഞാനവും ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ലീമായിലെ വിശുദ്ധ റോസ വലിയ വിശുദ്ധയാണ്. ആ വിശുദ്ധ റോസ ഒരിക്കൽ പറഞ്ഞു, കുരിശാകുന്ന ഗോവണി കൂടാതെ സ്വർഗത്തിലേക്ക് മറ്റൊരു എളുപ്പവഴിയുമില്ല. കുരിശാകുന്ന ഗോവണി കൂടാതെ സ്വർഗത്തിലേക്ക് മറ്റൊരു ഗോവണിയുമില്ല. സ്നേഹമുള്ളവരെ, കുരിശിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ കുരിശിൽ മരിച്ച യേശുവിൻ്റെ മഹത്വമാണ്. ആ യേശുവിനെ നമ്മൾ സ്മരിക്കുകയും ഈ കുരിശിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണാൻ സാധിക്കും.